വന്യജീവി സംരക്ഷണവും നിയന്ത്രണവും സംസ്ഥാന വിഷയമെന്നാണ് കേന്ദ്രം അറിയിക്കുന്നത്. 1972 വനം വന്യജീവി സംരക്ഷണ നിയമം പരിഷ്കരിക്കാൻ ആലോചനയില്ല. അതായത് അതിൽ പരിഷ്കരണം വേണമെന്നുള്ളതാണ് കേന്ദ്രം നിരന്തരമായിട്ട് ഈ പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ആലോചന എന്തായാലും ഇല്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുകയാണ്. വന്യജീവി ആക്രമണം തടയാൻ ധനസഹായം നൽകുന്നുണ്ട് എന്നും ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. ഭേദഗതി ചെയ്തിട്ട് ഈ പറയുന്ന സാഹചര്യം എങ്ങനെയാണ് നമുക്ക് നേരിടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഭേദഗതി വേണമെന്ന് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ എന്തായാലും ആ ഭേദഗതിക്ക് തയ്യാറല്ല എന്നുള്ളതാണ് അവരുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാ കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക എംപിമാരും ഇതിനെക്കുറിച്ചിട്ട് പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, 0 hour സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നലെ വരെയും എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അവർ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ്. സർക്കാർ ഏതെങ്കിലും രീതിയിലൊന്ന് ആക്ട് ചെയ്യേണ്ടത്. ഇത് ആക്ട് ചെയ്യാത്ത ഒരു സർക്കാരായി മാറുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഓഫീസർമാർ ആക്ട് ചെയ്തില്ലെങ്കിലും സർക്കാരായിട്ട് ആക്ട് ചെയ്തില്ലെങ്കിലും ജനങ്ങൾ മരിച്ചു വീഴുകയല്ല. എന്തായാലും ഈ രീതിയിലാണ് ഓരോ കാര്യങ്ങളും പോകുന്നത്. എല്ലാ തവണയും പ്രതിഷേധം ഉണ്ടാകുന്നു, വിമർശനങ്ങൾ ഉയരുമ്പോഴും എന്താണ് പരിഹാരം എന്ന് മാത്രമല്ല, അതിനിടയിലാണ് കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്നതും കൂടി എന്നുള്ളതാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഇപ്പോൾ ഈ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. കേന്ദ്രം കൈ ഒഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അറിയുന്നത്? ഇതിൽ എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തലപുകഞ്ഞ് ആലോചിച്ചിട്ട് പോലും ഒരു കാര്യമില്ല. 1972 വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യജീവികളെ വെടിവെക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കർശനമായ നിയമ നടപടികളുണ്ട്. അത് ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമേ കഴിയുകയുള്ളൂ. തുടങ്ങിയിട്ടുള്ള ഒരുപാട് കടമ്പകളുണ്ട്. ആ കടമ്പകളിൽ ചെറിയ ഇളവുകൾ വേണം. മനുഷ്യരുടെ സംരക്ഷണത്തിന് കുറച്ചുകൂടി ഇടപെടൽ വേണം എന്നുള്ളതാണ് കേരളത്തിലെ പല സംഘടനകളുടെ ആവശ്യവും. സംസ്ഥാന സർക്കാർ കുറേയൊക്കെ അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ 1972 ഈ വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ തയ്യാറല്ല എന്നാണ് കേന്ദ്രം ഹാരിസ് ബീരാൻ എംപിക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം തന്നെ കേന്ദ്രം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം, വന്യജീവി ആക്രമണം, ഈ കാര്യങ്ങളിലെല്ലാം ചുമതല സംസ്ഥാന സർക്കാരിനാണ്. കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് ഫണ്ട് അനുവദിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് ഈ വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന നിലയിലേക്ക് നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. എന്തായാലും കേരളം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര നിയമത്തിൽ മാറ്റം വരട്ടെ, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കട്ടെ എന്നുള്ളതാണ്. കാര്യമായ സഹായം ലഭിക്കാൻ സാധ്യത ഇനിയില്ല എന്ന ഒരു വിശദമാക്കലാണ് ഈ മറുപടിയിലുള്ളത്.